കെപിസിസി അധ്യക്ഷ സ്ഥാനത്ത് കടിച്ചു തൂങ്ങില്ല എന്ന് കെ സുധാകരൻ. പുതുതായി വരുന്ന ആർക്കൊപ്പവും പ്രവർത്തിക്കാൻ തയ്യാറെന്നും കെ സുധാകരൻ പറഞ്ഞു. നേതൃമാറ്റത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡ് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണം. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾ അനാവശ്യമെന്ന് രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു. എനിക്ക് ഇത് ഒരു വലിയ ആഡംബരവും അലങ്കാരവുമായി വിട്ടുകൊടുക്കില്ല എന്ന വാശിയിലൊന്നും ഞാനില്ല. ആർക്കും AICC ഏത് പ്രസിഡന്റിനെയും വെക്കാം. ഞാൻ ആ പ്രസിഡന്റിന് സഹകരണം പിന്തുണ എല്ലാം കൊടുക്കും. എൻ്റെ രാഷ്ട്രീയം CPM-നെതിരെയുള്ള കോൺഗ്രസ് രാഷ്ട്രീയമാണ്. ആ ഫൈറ്റിൻ്റെ ഭാഗമായി ഇത്തവണയും പിണറായി വിജയനെ അധികാരത്തിൽ എത്തിക്കാതിരിക്കാനുള്ള ശ്രമമാണ്, പ്രവർത്തനമാണ് എൻ്റെ പ്രവർത്തനം. അങ്ങനെ സംഭവമൊന്നും ഉണ്ടായിട്ടില്ല. മാനമായ ഒരു ചർച്ച നടന്നിരുന്നു. ആ ചർച്ചയിൽ അനിൽ പങ്കെടുത്തിരുന്നു. ഞാൻ അതിനകത്ത് വലിയ പാളിച്ചൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാനല്ല, ആ മീറ്റിംഗിൽ ഇരുന്ന ആർക്കും അങ്ങനെ തോന്നിയിട്ടില്ല. നിങ്ങളുടെ മാധ്യമങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയെന്നറിയില്ല. പാർട്ടി ഹൈക്കമാൻഡ് തീരുമാനിക്കേണ്ട കാര്യമാണ്. അതേ സമയത്താണ് അവർ തീരുമാനിക്കുക. ഇപ്പോൾ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സാധാരണ പ്രവർത്തകരുടെ തെരഞ്ഞെടുപ്പാണ്. ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 2010 ഞാൻ KPCC പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ഏറ്റവും വലിയ വിജയം ഉണ്ടായി, 70% വിജയം. ആ വിജയം ആവർത്തിക്കാൻ വേണ്ടി എല്ലാ പാർട്ടി പ്രവർത്തകരും നേതാക്കളും ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണ്. അതുകൊണ്ട് ഇത്തരം ചർച്ചകൾക്ക് യാതൊരു പ്രസക്തിയും ഇപ്പോൾ ഇല്ല. മർത്തോമ സഭയുമായി ബന്ധപ്പെട്ടൊരു കാര്യം എന്നോട് ചോദിച്ചാൽ എനിക്ക് അറിയാൻ പറ്റും. അതൊരു വലിയ സഭയാണ്, അവരുടെ തീരുമാനമാണ്. എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. വിവരങ്ങളുമായി ചേരുന്നത് സജോ ദേവസ്യാണ്. സജോ, ഗുഡ് ഈവനിങ്. അപ്പോൾ പല തലവേദനകളാണ്. അതിലൊന്ന് ഈ നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട വിഷയം. അതിൽ താൻ കടിച്ചു തൂങ്ങില്ല എന്ന് കെ സുധാകരൻ പറയുന്നു. മറ്റൊന്ന് രമേശ് ചെന്നിത്തല മറുപടി പറഞ്ഞ ചില കാര്യങ്ങൾ, മുഖ്യമന്ത്രി ആരാകുമെന്നുള്ള ചർച്ചകളൊക്കെ. തെരഞ്ഞെടുപ്പ് നടന്നില്ല, തെരഞ്ഞെടുപ്പിൽ ജയിക്കണം, ഇതൊക്കെ ഒരുപാട് കടമ്പകളുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ചുമ്മാതെ സമയം കളയുന്നു എന്നുള്ള ഒരു രീതിയിൽ ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഈ വിവിധ നേതാക്കളുടെ പ്രതികരണം ഇന്ന് എങ്ങനെയായിരുന്നു ഓരോ വിഷയത്തിൽ? വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളെ നേരിടണം, അതിൽ വിജയമുണ്ടാക്കണം എന്ന കാര്യത്തിലൊക്കെ വലിയ അഭിപ്രായങ്ങളും ചർച്ചകളുമൊക്കെ കോൺഗ്രസിനകത്ത് സജീവമായി നടക്കുന്നുണ്ട്. പക്ഷേ ഈ നേതൃമാറ്റ ചർച്ചകൾ പാർട്ടിയെ, അതായത് സംസ്ഥാനത്തെ കോൺഗ്രസിനെ കാര്യമായി ഉലയ്ക്കുന്നു, അല്ലെങ്കിൽ നീറിപ്പുകയുന്നു എന്ന് തന്നെ വരാം. അതായത് KPCC അധ്യക്ഷൻ കെ സുധാകരനുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് അഭിപ്രായ ഭിന്നതയുണ്ട്, സ്വരച്ചേർച്ചയില്ലായ്മയുണ്ട്. അതാണ് സംഘടനയ്ക്കകത്ത് പുതിയ തർക്കമായി വളരുന്നത്. കഴിഞ്ഞ ദിവസം രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേർന്നപ്പോൾ AP അനിൽകുമാർ അടക്കം വി ഡി സതീശന് പാർട്ടിയിൽ ഏകാധിപത്യ രീതിയിൽ പെരുമാറുന്നു എന്നതടക്കമുള്ള വിമർശനമുണ്ട്. അത് യഥാർത്ഥത്തിൽ അതിനെ ആ നിലയ്ക്ക് സ്ഥിരീകരിക്കാൻ തയ്യാറായില്ലെങ്കിലും അങ്ങനെ ഒരു ചർച്ചയുണ്ടായി എന്ന് KPCC അധ്യക്ഷൻ തന്നെ സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ടായി. നേതൃമാറ്റത്തിൽ ഒരു വിഭാഗം KPCC അധ്യക്ഷൻ കെ സുധാകരൻ മാറണം, പുതിയ അധ്യക്ഷനെ നിശ്ചയിക്കണം എന്ന അഭിപ്രായമുള്ളവരുണ്ട്. അതേസമയം സമ്പൂർണ്ണ പുനഃസംഘടന എന്ന അഭിപ്രായവും ഉള്ളവരുണ്ട്. ഇതിൽ തട്ടിയാണ് തർക്കം ഇങ്ങനെ സജീവമായി തന്നെ തുടരുന്നത്. ഐക്യ സന്ദേശം പുറത്തു കൊടുക്കുന്നതിന് സംയുക്ത വാർത്താ സമ്മേളനം KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ചേർന്ന് നടത്തണം രാഷ്ട്രീയകാര്യ സമിതിക്ക് ശേഷം എന്ന് തീരുമാനിച്ചിരുന്നു. പക്ഷേ അതും മുടങ്ങിയത് ഭിന്നതയിൽ തട്ടിയാണ് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. അതിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് എല്ലാം തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡാണ് എന്ന് അദ്ദേഹം പ്രതികരിക്കുന്നു. അതേസമയം ഈ വിഷയങ്ങളെ നല്ലപോലെ ധാരണയുള്ള KPCC അധ്യക്ഷൻ്റെ പ്രതികരണത്തിൽ കൃത്യമായ സന്ദേശമുണ്ട്, അല്ലെങ്കിൽ മറുവിഭാഗത്തിന് കൃത്യമായ കുത്തുണ്ട്. അദ്ദേഹം പറയുന്നത് KPCC അധ്യക്ഷ സ്ഥാനമോ മുഖ്യമന്ത്രി പദവിയോ അതുപോലെ ഏതെങ്കിലും പദവി തൻ്റെ ലക്ഷ്യമല്ല. ഏത് പദവിയിലും മാറി പ്രവർത്തിക്കുന്നതിന് തനിക്ക് യാതൊരു തടസ്സവുമില്ല, പകരക്കാരൻ വരുന്നതിനും തടസ്സമൊന്നുമില്ല. തനിക്ക് ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനമുണ്ട്. താൻ CPIM വിരുദ്ധ രാഷ്ട്രീയത്തെ ശക്തമായി മുന്നോട്ട് വയ്ക്കുന്ന ആളാണ്, അതിനുവേണ്ടിയും പ്രവർത്തിക്കുമല്ലാതെ പദവിയൊന്നും തനിക്ക് പ്രശ്നമില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് പോലും താല്പര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് കൃത്യമായ സന്ദേശമാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനുണ്ട്. അതുവരെയെങ്കിലും അധ്യക്ഷ സ്ഥാനത്ത് കെ സുധാകരൻ തന്നെ തുടരട്ടെ എന്ന അഭിപ്രായമുണ്ട്. ദീപാദാസ് മുൻഷി, അതായത് കേരളത്തിന് ചുമതലയുള്ള AICC സെക്രട്ടറി ദീപാദാസ് മുൻഷിയുമായി പോലും അഭിപ്രായ വ്യത്യാസം കെ സുധാകരനുണ്ട്. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് സംഘടനയെ ഉചിതമായ രീതിയിൽ നയിക്കാൻ കഴിയുന്നില്ല എന്ന് എതിരാളികൾ ശക്തമായി ക്യാമ്പയിൻ ചെയ്യുകയും അത് AICCക്ക് മുന്നിൽ, അല്ലെങ്കിൽ AICCയുടെ പ്രതിനിധിക്ക് മുന്നിൽ, കേരളത്തിന് ചുമതലയുള്ള പ്രതിനിധിക്ക് മുന്നിൽ വെക്കുകയും ചെയ്തിരുന്നു. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരു മുഴം മുൻപേ കെ സുധാകരൻ നീട്ടിയെറിയുന്നത്. ഏതായാലും പ്രതിപക്ഷ നേതാവും ഒപ്പം KPCC അധ്യക്ഷനും തമ്മിൽ ഒരു അഭിപ്രായ ഐക്യം പല കാര്യങ്ങളിലും ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നാണ് സംസ്ഥാന കോൺഗ്രസിന് ഇപ്പോൾ അലട്ടുന്നത്. ഇപ്പോൾ തിരഞ്ഞെടുപ്പ്, അതായത് രമേശ് ചെന്നിത്തല പ്രതികരിക്കുന്നത് തിരഞ്ഞെടുപ്പുകളിൽ ജയിക്കുക എന്നതാണ് പ്രധാനം. മുഖ്യമന്ത്രി ചർച്ചയൊക്കെ അത് വലിയ തോതിൽ സംഘടനയ്ക്കകത്തും തിരഞ്ഞെടുപ്പിൽ
പ്രവർത്തിക്കുമ്പോഴും ഒക്കെ ദോഷം ചെയ്യും മുന്നണിക്ക് എന്ന അഭിപ്രായം പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ പലരും മുഖ്യമന്ത്രി കുപ്പായം തയ്പ്പിച്ചതിൻ്റെ പേരിലാണോ എന്നറിയില്ല. ഏതായാലും ഈ വിഷയത്തിൽ ആഭ്യന്തരമായി സംഘടനാ പ്രതിസന്ധി കോൺഗ്രസ് നേരിടുന്നുണ്ട്. ഈ കാര്യത്തിന്മേൽ കൂടുതൽ ആഭ്യന്തര ചർച്ചകൾ ഉണ്ടാകും. അതിൽ AICC ഇടപെടൽ ഉണ്ടാകും. തൽക്കാലം വളരെ തിടുക്കപ്പെട്ട് കെ സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റില്ല. പക്ഷേ അതേസമയം അഭിപ്രായ ഐക്യത്തിനു വേണ്ടിയുള്ള സജീവ ശ്രമം സംഘടനയ്ക്കകത്ത് തുടരുകയും ചെയ്യുന്നുണ്ട്. ശരി, സജോ ദേവസ്യാണ് വിവരങ്ങളുമായി ചേർന്നത്. ഇത് കേട്ടാൽ നമുക്ക് പെട്ടെന്ന് തോന്നുകയെ ഇവരുടെ ഇടയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലേ, അപ്പോൾ എല്ലാം പരിഹരിച്ചു കഴിഞ്ഞു എന്ന് തോന്നുന്നു അല്ലേ? ഓരോരുത്തരും പറയുന്നു, ഇപ്പോൾ കെ സുധാകരൻ പറയുന്നു അധ്യക്ഷ പദവിയിൽ തുടരണമെന്ന്, ഒരു വാശിയുമില്ലെന്ന് പറയുന്നു. അതിനിടയിൽ ഈ നേതാക്കൾ തമ്മിൽ ഒരു പ്രശ്നങ്ങളും ഇല്ല. പിന്നെ മുഖ്യമന്ത്രി പദം അതിനുവേണ്ടി ഇപ്പോഴെന്തിനാ ചർച്ച ചെയ്യുന്നതെന്ന് രമേശ് ചെന്നിത്തല ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ആർക്കാ പ്രശ്നം, എന്താ പ്രശ്നം? അതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ചില പുകയൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ഇതൊക്കെ പുറത്ത് വരുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ എന്തായാലും ഐക്യമുണ്ടാകണമെങ്കിൽ മാത്രമേ ഒരു തെരഞ്ഞെടുപ്പിനെയൊക്കെ അതിൽ വിജയിക്കാനൊക്കെ പറ്റുള്ളൂ. ആദ്യം വേണ്ടത് ഐക്യം തന്നെയാണ്.